ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ട്രിപ്റ്റോഫാൻ ഓപ്പറോൺ. ട്രിപ്റ്റോഫാൻ ഓപ്പറോൺ ഓർ ട്രിപ്പ് ഓപ്പറോൺ. Many protein coding genes in bacteria are clustered together in operons, which serve as transcriptional units that are coordinately regulated. It was Jacob and Monod in 1961 who proposed the operon model for regulation of transcription. The operon model proposes three elements: a set of structural genes, that is, genes encoding the proteins to be regulated, an operator site, which is a DNA sequence that regulates a transcription of the structural genes. A regulator gene which encodes a protein that recognizes the operator sequence. Operons are thus clusters of structural genes under the control of a single operator site and a regulator gene which ensures that expression of the structural genes is coordinately controlled. Trp OPERON. The tryptophan operon is the regulation of transcription of the gene responsible for biosynthesis of tryptophan. The tryptophan operon contains 5 structural genes encoding enzymes for tryptophan biosynthesis with an upstream Trp promoter and Trp operator sequence. Structural genes are Trp E, Trp D, Trp C, Trp B and Trp A. Trp E, it encodes the enzyme anthranilate synthase 1. Trp D, it encodes the enzyme anthranilate synthase 2. Trp C, it encodes the enzyme N5-phosphoribosyl anthranilate isomerase and indole 3 glycerol phosphate synthase. Trp B, it encodes the enzyme tryptophan synthase B subunit. Trp A, it encodes the enzyme tryptophan synthase A subunit. The Trp operator region partially overlaps the Trp promoter. The operon is regulated such that tryptophan occurs when tryptophan in the cell is in short supply. ട്രിപ്പ് ഓപ്പറോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രിപ്റ്റോഫാനിൻ്റെ ബയോസിന്തസിസിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ജീനിൻ്റെ ട്രാൻസ്ക്രിപ്ഷനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒപ്പറോണിനെയാണ് ട്രിപ്റ്റോഫാൻ ഓപ്പറോൺ എന്ന് പറയുന്നത്. ട്രിപ്റ്റോഫാൻ ഓപ്പറോണിൽ 5 സ്ട്രക്ചറൽ ജീൻസാണ് കാണപ്പെടുന്നത്. ഈ 5 സ്ട്രക്ചറൽ ജീൻസും ട്രിപ്റ്റോഫാനിൻ്റെ ബയോസിന്തസിസിന് ആവശ്യമായിട്ടുള്ള എൻസൈംസിനെയാണ് എൻകോഡ് ചെയ്യുന്നത്. ട്രിപ്പ് ഓപ്പറോണിൻ്റെ അപ്സ്ട്രീമിലായിട്ട് ട്രിപ്പ് പ്രൊമോട്ടറും അതുപോലെ തന്നെ ഓപ്പറേറ്റർ സീക്വൻസും കാണപ്പെടുന്നുണ്ട്. സ്ട്രക്ചറൽ ജീൻസാണ് ട്രിപ്പ് ഇ, ട്രിപ്പ് ഡി, ട്രിപ്പ് സി, ട്രിപ്പ് ബി, ട്രിപ്പ് എ. 5 സ്ട്രക്ചറൽ ജീൻസാണ് ട്രിപ്റ്റോഫാൻ ഓപ്പറോണിൽ കാണപ്പെടുന്നത്. ട്രിപ്പ് ഇ എന്ന് പറയുന്ന ജീൻ ഏത് എൻസൈമിനെയാണ് എൻകോഡ് ചെയ്യുന്നത്? ആന്ത്രാനിലേറ്റ് സിന്തേസ് 1. ട്രിപ്പ് ഇ എൻകോഡ് ചെയ്യുന്നത് ആന്ത്രാനിലേറ്റ് സിന്തേസ് 1 എന്ന് പറയുന്ന എൻസൈമിനെയാണ്. ഇനി ട്രിപ്പ് ഡി ജീൻ എൻകോഡ് ചെയ്യുന്നത് ആന്ത്രാനിലേറ്റ് സിന്തേസ് 2 എന്ന് പറയുന്ന എൻസൈമിനെയാണ്. ട്രിപ്പ് ഡി, ഇറ്റ് എൻകോഡ്സ് ദ എൻസൈം ആന്ത്രാനിലേറ്റ് സിന്തേസ് 2. ട്രിപ്പ് സി, ഇറ്റ് എൻകോഡ്സ് ദ എൻസൈം N5-phosphoribosyl anthranilate isomerase and indole 3 glycerol phosphate synthase. അപ്പം 2 എൻസൈമുകളെയാണ് ട്രിപ്പ് സി ജീൻ എൻകോഡ് ചെയ്യുന്നത്. ഒന്ന്
5' ഫോസ്ഫോറൈബോസൈൽ ആന്ത്രാനിലേറ്റ് ഐസോമറൈസ് 2 ഇൻഡോൾ 3 ഗ്ലിസറോൾ ഫോസ്ഫേറ്റ് സിന്തേസ്. അടുത്ത ജീനാണ് ട്രിപ്പ് ബി. ട്രിപ്പ് ബീൻ ഇറ്റ് എൻകോഡ്സ് ദി എൻസൈം ട്രിപ്റ്റോഫാൻ സിന്തേസ് ബി സബ് യൂണിറ്റ്. ട്രിപ്റ്റോഫാൻ സിന്തേസ് ബി സബ് യൂണിറ്റ്. അടുത്ത ജീനാണ് ട്രിപ്പ് എ ജീൻ. ഇറ്റ് എൻകോഡ്സ് ദി എൻസൈം ട്രിപ്റ്റോഫാൻ സിന്തേസ് എ സബ് യൂണിറ്റ്. ട്രിപ്റ്റോഫാൻ സിന്തേസ് എ സബ് യൂണിറ്റ്. അപ്പം 5 സ്ട്രക്ചറൽ ജീൻസ് ആണുള്ളത്. ട്രിപ്പ് ഇ, ട്രിപ്പ് ഡി, ട്രിപ്പ് സി, ട്രിപ്പ് ബി, ട്രിപ്പ് എ. ഈ 5 സ്ട്രക്ചറൽ ജീൻസും 5 തരത്തിലുള്ള എൻസൈമുകളെ സിന്തസൈസ് ചെയ്യുന്നു. ഈ എൻസൈമുകൾ എന്തിനു വേണ്ടിയുള്ളതാണ്? ട്രിപ്റ്റോഫാൻ്റെ ബയോസിന്തസിസിന് ആവശ്യമാണ്. ട്രിപ്പ് ഓപ്പറേറ്റർ റീജിയൻ ട്രിപ്പ് പ്രൊമോട്ടർ റീജിയനുമായിട്ട് പാർഷ്യലി ഓവർലാപ്പ് ചെയ്താണ് കാണപ്പെടുന്നത്. ഓപ്പറോൺ റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത്, അതിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് സെല്ലിൽ ട്രിപ്റ്റോഫാൻ്റെ അളവ് വളരെയധികം കുറഞ്ഞിരിക്കുന്ന ആ ഒരു കണ്ടീഷനിലാണ്. The trip operator region partially overlaps the trip promoter. The operon is regulated such that transcription occurs when tryptophan in the cell is in short supply. ട്രിപ്റ്റോഫാൻ ആബ്സെൻ്റ് ആയിരിക്കുന്ന കണ്ടീഷനിൽ ട്രിപ്പ് റിപ്രസർ പ്രോട്ടീൻ എൻകോഡ് ചെയ്യപ്പെടുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജീനാണ് ട്രിപ്പ് 6. അതൊരു സെപ്പറേറ്റ് ഓപ്പറോണിലാണ് കാണപ്പെടുന്നത്. ട്രിപ്പ് 6ൽ നിന്ന് സിന്തസൈസ് ചെയ്യപ്പെടുന്ന ട്രിപ്പ് റിപ്രസർ പ്രോട്ടീൻ ഫോംസ് എ ഡയമർ. ഈ പ്രോട്ടീൻ ഇനാക്റ്റീവാണ്. അതുകൊണ്ട് തന്നെ ഇനാക്റ്റീവായിരിക്കുന്ന ട്രിപ്പ് റിപ്രസർ പ്രോട്ടീനിന് ട്രിപ്പ് ഓപ്പറേറ്ററിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. ഈ ഒരു കണ്ടീഷനിൽ ട്രിപ്പ് ഓപ്പറോണിൻ്റെ സ്ട്രക്ചറൽ ജീൻസ് ട്രാൻസ്ക്രിപ്ഷന് വിധേയമാകുന്നു. In the absence of tryptophan, a trip repressor protein encoded by a separate operon, TRPR, is synthesized and forms a dimer. However, this is inactive and so is unable to bind to the TRP operator, and the structural genes of the TRP operon are transcribed. ട്രിപ്റ്റോഫാൻ പ്രസൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു കണ്ടീഷനിൽ ട്രിപ്റ്റോഫാൻ ബയോസിന്തസിസിൽ ഇൻവോൾവ് ചെയ്യുന്ന എൻസൈമുകളെയൊന്നും നമുക്കിവിടെ ആവശ്യമില്ല. കാരണം ട്രിപ്റ്റോഫാൻ പ്രസൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ട്രിപ്പ് ഓപ്പറോണിൽ കാണപ്പെടുന്ന സ്ട്രക്ചറൽ ജീൻസിൻ്റെ എക്സ്പ്രഷൻ ടേൺ ഓഫ് ആകണം. അതെങ്ങനെയാണ് ട്രിപ്പ് ഓപ്പറോണിൽ കാണപ്പെടുന്ന സ്ട്രക്ചറൽ ജീൻസ് ടേൺ ഓഫ് ആകുന്നത്? ട്രിപ്റ്റോഫാൻ്റെ പ്രസൻസിൽ ട്രിപ്റ്റോഫാൻ ഇനാക്റ്റീവ് ആയിരിക്കുന്ന റിപ്രസർ പ്രോട്ടീനിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യുകയും ഇനാക്റ്റീവായിരിക്കുന്ന റിപ്രസർ പ്രോട്ടീൻ ട്രിപ്റ്റോഫാനുമായിട്ടുള്ള ബൈൻഡിങ് നടന്നതിൻ്റെ കാരണത്താൽ റിപ്രസർ പ്രോട്ടീൻ ആക്റ്റീവാകുകയും ഇങ്ങനെ ആക്റ്റീവായ റിപ്രസർ പ്രോട്ടീൻ ഓപ്പറേറ്ററിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യുന്നു. അപ്പോൾ ഓപ്പറേറ്ററിലേക്ക് വന്ന് റിപ്രസർ പ്രോട്ടീൻ ബൈൻഡ് ചെയ്താൽ എന്ത് സംഭവിക്കും? ട്രിപ്പ് സ്ട്രക്ചറൽ ജീൻസിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യും. റിപ്രസർ പ്രോട്ടീൻ ഓപ്പറേറ്ററിലേക്ക് ബൈൻഡ് ചെയ്യുന്നത് വഴി പ്രൊമോട്ടറിനെ ഓവർലാപ്പ് ചെയ്യുകയും അതുകൊണ്ട് തന്നെ പോളിമറൈസ് RNA പോളിമറൈസിന് പ്രൊമോട്ടറിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യാൻ സാധിക്കാതെ വരികയും അങ്ങനെ ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യുന്നു. ട്രിപ്റ്റോഫാൻ്റെ മെയിനായിട്ടുള്ള റോൾ എന്ന് പറയുന്നത് ഒരു റിപ്രസറായിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതൊരു നെഗറ്റീവ് കൺട്രോൾ മെക്കാനിസമാണ്. കാരണം റിപ്രസർ ട്രാൻസ്ക്രിപ്ഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. When tryptophan is present, the enzymes for tryptophan biosynthesis are not needed, and so expression of these genes is turned off. This is achieved by tryptophan binding to the repressor to activate it so that it now binds to the operator and stops transcription of the structural genes. Binding of repressor protein to operator overlaps the promoter, so RNA polymerase cannot bind to the promoter.
Hence, transcription is halted. In the role, tryptophan is said to be a co-repressor. This is negative control because the bound repressor prevents transcription. Trp operon attenuation. A second mechanism called attenuation is also used to control expression of the trp operon. ട്രിപ്പ് ഓപ്പറോണിൻ്റെ എക്സ്പ്രഷനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സെക്കൻഡ് മെക്കാനിസമാണ് അറ്റന്യുവേഷൻ എന്നറിയപ്പെടുന്നത്. ദ ഫിഫ്ത്ത് എൻഡ് ഓഫ് ദ പോളിസിസ്ട്രോണിക് mRNA transcribed from the trp operon has a leader sequence upstream of the coding region of the trp E structural gene. This leader sequence encodes a 14 amino acid leader peptide containing 2 tryptophan residues. പോളിസിസ്ട്രോണിക് mRNA അതിൻ്റെ 5' എൻഡ് ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത് ട്രിപ്പ് ഓപ്പറോണിൽ നിന്നുമാണ്. ഇതിനെന്തുണ്ട്? ട്രിപ്പ് ഈ സ്ട്രക്ചറൽ ജീനിൻ്റെ കോഡിംഗ് റീജിയൻ്റെ അപ്സ്ട്രീമിൽ കാണപ്പെടുന്ന ഒരു ലീഡർ സീക്വൻസ് ഉണ്ട്. അപ്പോൾ ആ ലീഡർ സീക്വൻസ് ട്രിപ്പ് ഓപ്പറോണിൽ കാണപ്പെടുന്നു. അതിൽ നിന്നുമാണ് പോളിസിസ്ട്രോണിക് mRNA-യുടെ 5' എൻഡ് ട്രാൻസ്ക്രൈബ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ലീഡർ സീക്വൻസ് എൻകോഡ് ചെയ്യുന്നത് 14 അമിനോ ആസിഡ് ലീഡർ പെപ്റ്റൈഡുകളാണ്. അവയിൽ 2 ട്രിപ്റ്റോഫാൻ റെസിഡ്യൂസ് കാണപ്പെടുന്നു. The function of the leader sequence is to fine-tune expression of the trp operon based on the availability of tryptophan inside the സെല്ലിൻ്റെ ഉള്ളിലുള്ള ട്രിപ്റ്റോഫാൻ്റെ അവൈലബിലിറ്റിയുടെ ബേസിസിൽ ട്രിപ്പ് ഓപ്പറോണിൻ്റെ എക്സ്പ്രഷനെ ട്യൂൺ ചെയ്യുക എന്നുള്ളതാണ് ലീഡർ സീക്വൻസിൻ്റെ ഫങ്ഷൻ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. The function of the leader sequence is to fine-tune expression of the trp operon based on the availability of tryptophan present inside the cell. The leader sequence contains 4 regions numbered 1 to 4 that can form a variety of base paired stem loop hairpin secondary structures. The regions are region 1, region 2, region 3 and region 4. Region 3 is complementary to both region 2 and region 4. ലീഡർ സീക്വൻസിൽ 4 റീജിയൻസ് ആണുള്ളത്. 1 മുതൽ 4 വരെ നമ്പർ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പം വെറൈറ്റി ഓഫ് ബേസ് പെയർഡ് സ്റ്റെം ലൂപ്പ് സെക്കൻഡറി സ്ട്രക്ചേഴ്സ് ആണവ. ഹെയർപിൻ ഷേപ്പിലാണത് കാണപ്പെടുന്നത്. നമുക്ക് മെയിനായിട്ടുള്ള റീജിയൻസ് നോക്കാം. ദ റീജിയൻസ് ആർ റീജിയൻ 1, റീജിയൻ 2, റീജിയൻ 3 ആൻഡ് റീജിയൻ 4. റീജിയൻ 3 ഈസ് കോംപ്ലിമെൻ്ററി ടു ബോത്ത് റീജിയൻ 2 ആൻഡ് റീജിയൻ 4. റീജിയൻ 3 റീജിയൻ 2-നും 4-നും കോംപ്ലിമെൻ്ററി ആണ്. If a region 3 and a region 4 base pair with each other, they form a loop-like structure called attenuator, and it functions as transcriptional termination. If pairing occur between region 3 and region 2, then no such attenuator form so that transcription continues. അതായത് റീജിയൻ 3-യും റീജിയൻ 4-ഉം ബേസ് പെയർ ചെയ്താൽ ഒരു ലൂപ്പ് ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്യുന്നു. ഇതിനെ അറ്റന്യുവേറ്റർ എന്ന് പറയുന്നു. ഇത് മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ട്രാൻസ്ക്രിപ്ഷൻ ടെർമിനേഷനാണ്. ട്രാൻസ്ക്രിപ്ഷണൽ ടെർമിനേഷൻ. ഈ ബേസ് പെയറിങ് റീജിയൻ 3-യും റീജിയൻ 2-ഉം തമ്മിലാണ് എങ്കിൽ അറ്റന്യുവേറ്റർ ഫോം ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ട്രാൻസ്ക്രിപ്ഷൻ കണ്ടിന്യൂ ചെയ്യും. Attenuation depends on the fact that in bacteria, ribosomes attach to mRNA as it is being synthesized and so translation starts.
even before transcription of the whole mRNA is complete. അതായത് നമുക്കറിയാം ബാക്ടീരിയയുടെയൊക്കെ കേസിൽ എങ്ങനെയാണ്, അപ്പോൾ പ്രൊക്യാരിയോട്സ് ആണ്, അതുകൊണ്ട് തന്നെ അവർക്ക് ന്യൂക്ലിയർ കവറിങ്, ന്യൂക്ലിയർ മെമ്പറൈന് ഇല്ലാത്തത് കൊണ്ട് തന്നെ അറ്റിന്യുവേഷൻ ബാക്ടീരിയയുടെ കേസിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചു. mRNA സിന്തസിസ് നടക്കുമ്പോൾ തന്നെ റൈബോസോംസ് mRNAയിലേക്ക് വന്ന് അറ്റാച്ച് ചെയ്യുകയും ട്രാൻസ്ലേഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് mRNA കംപ്ലീറ്റ് ആയിട്ട് ഫോം ചെയ്യുന്നതിന് മുൻപ്, അതായത് ട്രാൻസ്ക്രിപ്ഷൻ കംപ്ലീറ്റ് നടക്കുന്നതിന് മുൻപ് തന്നെ ട്രാൻസ്ലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അടുത്തൊരു കണ്ടീഷൻ നോക്കാം. വെൻ ട്രിപ്റ്റോഫാൻ ഈസ് അബണ്ടൻറ്റ്, റൈബോസോംസ് ബൈൻഡ് ടു ദ ട്രിപ്പ് പോളിസിസ്ട്രോണിക് mRNA that is being transcribed and begin to translate the leader sequence. Now the two trip codons for the leader peptide lie within sequence 1 and the translational stop codon lies between sequence 1 and 2. During translation, the ribosomes follow very closely behind the RNA polymerase and synthesize the leader peptide, with translation stopping eventually between sequence 1 and 2. At this point, the position of the ribosome prevents sequence 2 from interacting with sequence 3. Instead, sequence 3 base pairs with sequence 4 to form a 3:4 stem loop, which acts as a transcription terminator. Therefore, when tryptophan is present, further transcription of the trp operon is prevented. ട്രിപ്റ്റോഫാൻ അബണ്ടൻ്റ് ആണ് എന്നുള്ള കണ്ടീഷനിൽ ട്രാൻസ്ക്രൈബ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന പോളിസിസ്ട്രോണിക് mRNAയിലേക്ക്, ട്രിപ്പ് പോളിസിസ്ട്രോണിക് mRNAയിലേക്ക് റൈബോസോംസ് ബൈൻഡ് ചെയ്യുകയും ട്രാൻസ്ലേഷൻ, ലീഡർ സീക്വൻസിൻ്റെ ട്രാൻസ്ലേഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നു. 2 ട്രിപ്പ് കോഡോൺസ് ആണ് ലീഡർ പെപ്റ്റൈഡിന് വേണ്ടിയുള്ളത്. അത് കാണപ്പെടുന്നത് സീക്വൻസ് 1ൻ്റെ ഉള്ളിലായിട്ടാണ്. അതുപോലെ തന്നെ ട്രാൻസ്ലേഷണൽ സ്റ്റോപ്പ് കോഡോൺസ് കാണപ്പെടുന്നത് സീക്വൻസ് 1നും 2വിനും ഇടയിലായിട്ടാണ്. ട്രാൻസ്ക്രിപ്ഷൻ കംപ്ലീറ്റ് ആകുന്നതിന് മുൻപ് തന്നെ ട്രാൻസ്ലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പം RNA പോളിമറൈസ് ട്രാൻസ്ക്രിപ്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ്. അതിനെ ഫോളോ ചെയ്ത് തൊട്ട് പുറകിൽ ആരുണ്ട്? റൈബോസോംസ് ഉണ്ട്. റൈബോസോംസ് എന്തിനു വേണ്ടിയുള്ളതാണ്? ട്രാൻസ്ലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ളതാണ്. റൈബോസോംസ് RNA പോളിമറൈസിനെ ഫോളോ ചെയ്യുന്നു വളരെ വെരി ക്ലോസ്ലി. അങ്ങനെ ലീഡർ പെപ്റ്റൈഡ്, ലീഡർ സീക്വൻസിൽ നിന്നും ലീഡർ പെപ്റ്റൈഡ് ഫോം ചെയ്യുന്നു. അപ്പം ഈ ട്രാൻസ്ലേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നത് എപ്പോഴാണ്? സീക്വൻസ് 1ഉം 2ഉം സ്റ്റോപ്പ് കോഡോൺ കാണപ്പെടുന്ന റീജിയൻസ് ആണെന്ന് നമ്മൾ മുൻപ് പറഞ്ഞു. അപ്പോൾ ഈ ഒരു റീജിയൻ ബിറ്റ്വീൻ 1 and 2 ട്രാൻസ്ലേഷൻ സ്റ്റോപ്പ് ചെയ്യപ്പെടുന്നു. ഈ ഒരു പോയിന്റിലാണ് റൈബോസോമിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് സീക്വൻസ് 2വിനെ സീക്വൻസ് 3യുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യുന്നു. അതായത് റൈബോസോമിൻ്റെ പൊസിഷൻ സീക്വൻസ് 2വിനെ സീക്വൻസ് 3യുമായിട്ടുള്ള ഇൻട്രാക്ഷനിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യുന്നു. സീക്വൻസ് 3 സീക്വൻസ് 4യുമായിട്ട് ബേസ് പെയർ ചെയ്യുന്നതിന് പകരം 3:4 സ്റ്റെം ലൂപ്പ് ഫോം ചെയ്യുകയും അത് ഒരു ട്രാൻസ്ക്രിപ്ഷൻ ടെർമിനേറ്ററായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യുന്നു. അപ്പം സീക്വൻസ് 3 സീക്വൻസ് 4യുമായിട്ട് ബേസ് പെയർ ചെയ്യുന്നത് കൊണ്ട് 3:4 സ്റ്റെം ലൂപ്പ് ഫോം ചെയ്യുകയും അത് ട്രാൻസ്ക്രിപ്ഷൻ ടെർമിനേറ്ററായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് എന്താണ്? ട്രിപ്റ്റോഫാൻ പ്രസൻ്റ് ആണ് എന്നുള്ള ഈ കണ്ടീഷനിൽ ട്രിപ്പ് ഓപ്പറോണിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ പ്രിവെൻറ്റ് ചെയ്യപ്പെടുന്നു. If, however, tryptophan is in short supply,
The ribosome will pause at the 2 trp codons contained within sequence 1. This leaves sequence 2 free to base pair with sequence 3 to form a 2:3 structure, also called the anti-terminator. So the 3:4 structure cannot form and transcription continues to the end of the trp operon. ട്രിപ്റ്റഫാൻ്റെ പ്രസൻസ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് എങ്കിൽ ട്രിപ്റ്റഫാൻ എന്ന് പറയുന്ന അമിനോ ആസിഡിൻ്റെ ബയോസിന്തസിന് ആവശ്യമായിട്ടുള്ള എൻസൈംസ് സിന്തസൈസ് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജീൻസ് ആക്റ്റീവ് ആകുന്നു. അതിനുവേണ്ടി ട്രിപ്പ് ഓപ്പറോൺ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നു. ട്രിപ്റ്റഫാൻ്റെ അളവ് വളരെ കുറവാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ട്രിപ്റ്റഫാൻ്റെ അളവ് കൂടണം. അപ്പം ട്രിപ്റ്റഫാൻ്റെ ബയോസിന്തസിസ് നടക്കണം. അപ്പോൾ അതിനെന്താണ് സംഭവിക്കുക? അവിടെ റൈബോസോം വിൽ പോസ് അറ്റ് ദ 2 ട്രിപ്പ് കോഡോൺസ് കണ്ടെയ്ൻ വിത്തിൻ സീക്വൻസ് 1. സീക്വൻസ് 1ൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന 2 ട്രിപ്പ് കോഡോൺസിൻ്റെ ആ ഒരു ഏരിയയിൽ റൈബോസോം പോസ് ചെയ്യപ്പെടുകയും ഈ സീക്വൻസ് 2 സീക്വൻസ് 3 ബേസ് പെയറിങ്ങിന് വിധേയമാവുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു കാരണത്താൽ റൈബോസോം അങ്ങനെ പോസ് ചെയ്യപ്പെടുന്നതിന് കാരണത്താൽ സീക്വൻസ് 2 സീക്വൻസ് 3 ബേസ് പെയറിങ്ങിന് വിധേയമാവുകയും അങ്ങനെ 2:3 സ്ട്രക്ചർ ഫോം ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെ 2:3 സ്ട്രക്ചറിന് പറയുന്ന പേരാണ് ആൻറ്റി ടെർമിനേറ്റർ. അങ്ങനെ 3:4 സ്ട്രക്ചർ ഫോം ചെയ്യാതെ ഇരിക്കുകയും ട്രാൻസ്ക്രിപ്ഷൻ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യുന്നു. ട്രിപ്പ് ഓപ്പറോണിൻ്റെ എൻഡ് വരെ ട്രാൻസ്ക്രിപ്ഷൻ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പം ട്രിപ്റ്റഫാൻ്റെ അവൈലബിലിറ്റി എന്ന് പറയുന്നത് ട്രിപ്പ് ഓപ്പറോണിൻ്റെ ട്രാൻസ്ക്രിപ്ഷനെ കൺട്രോൾ ചെയ്യുന്നു. എങ്ങനെയാണ്? ഒന്ന് അറ്റിന്യുവേഷൻ വഴി, അല്ലെങ്കിൽ ഓപ്പറോണിൻ്റെ ട്രാൻസ്ക്രിപ്ഷനെ സ്റ്റോപ്പ് ചെയ്യുന്നത് വഴി, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് പോളിസിസ്ട്രോണിക് mRNA കംപ്ലീറ്റ്ലി അതിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ കണ്ടിന്യൂ ചെയ്യുന്നതിന് കാരണമാകുന്നു. അപ്പോൾ 2 രീതിയിലാണ് ട്രിപ്റ്റഫാൻ്റെ ബയോസിന്തസിസിനെ കൺട്രോൾ ചെയ്യുന്ന. ട്രിപ്റ്റഫാൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് ട്രിപ്പ് ഓപ്പറോൺ സ്റ്റോപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ അറ്റിന്യുവേഷന് വിധേയമാകുകയോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് പോളിസിസ്ട്രോണിക് mRNAയുടെ സിന്തസിസ് നടക്കുകയോ ചെയ്യുന്നു. മെയിൻ പോയിൻറ്റ്സ് എല്ലാം ഒന്നും കൂടെ നമുക്ക് നോക്കാം. ട്രിപ്പ് ഓപ്പറോൺ. The trp operon involved in the biosynthesis of the amino acid tryptophan. The genes TrpE, TrpD, TrpC, TrpB and TrpA encode enzymes involved in tryptophan biosynthesis. The genes TrpR and TrpL are involved in regulation. TrpR encodes the Trp repressor protein, functions in repression. TrpL encodes a short peptide called the leader peptide, functions in attenuation. ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് ഓർഗനൈസേഷൻ ഓഫ് ദ ട്രിപ്പ് ഓപ്പറോൺ ആൻഡ് റെഗുലേഷൻ വയ ദ ട്രിപ്പ് റിപ്രസർ പ്രോട്ടീൻ. When low tryptophan levels, transcription of the entire trp operon occurs. This picture shows that organization of the trp operon and regulation via the trp repressor protein. When high tryptophan levels, repression occurs. This picture shows that organization of the trp operon and regulation via the trp repressor protein. When high tryptophan levels, attenuation occurs. Attenuation occurs in bacteria because of the coupling of transcription and translation. During attenuation, transcription actually begins, but it is terminated before the entire mRNA is made. A segment of DNA, termed the attenuator, is important in facilitating this termination. In the case of trp operon, transcription terminates shortly past the TrpL region.
Thus, attenuation inhibits the further production of tryptophan. The segment of Trp operon immediately downstream from the operator site plays a critical role in attenuation. The first gene in the Trp operon is TrpL. It encodes a short peptide termed the leader peptide. This picture shows that sequence of the TrpL mRNA produced during attenuation. Region 2 is complementary to regions 1 and 3. Region 3 is complementary to regions 2 and 4. Therefore, several stem loop structures are possible. Therefore, the formation of the 3:4 stem loop causes RNA polymerase to terminate transcription at the end of the TrpL gene. Conditions that favor the formation of the 3:4 stem loop rely on the translation of the TrpL mRNA. There are 3 possible scenarios. Number 1, no translation. Number 2, low levels of tryptophan. Number 3, high levels of tryptophan. This picture shows that possible stem loop structures formed from TrpL mRNA under different conditions of translation. In this case, no translation. This picture shows that possible stem loop structures formed from TrpL mRNA under different conditions of translation. In this case, low tryptophan levels 2:3 forms. When high tryptophan levels 3:4 forms. In this picture shows that possible stem loop structures formed from TrpL mRNA under different conditions of translation. ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. Trp OPERON. The amino acid synthesis in E. coli is controlled by the tryptophan operon. When tryptophan is present in the growth medium, the Trp OPERON model is not active. However, when adequate Trp is present, the operon's transcription is inhibited. However, when its supply is insufficient, transcription occurs. The Trp operon model differs from the lac operon in that Trp acts directly in the repression system rather than as an inducer. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു.